Hi students, welcome to SET Chemistry classes. ഈ ക്ലാസ്സിന്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പെരിസൈക്ലിക് റിയാക്ഷൻസിനെ കുറിച്ച് പഠിച്ചിരുന്നു. നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ റിയാക്ഷൻസിന്റെ സെലക്ഷൻ റൂൾസും അതിന്റെ സ്റ്റീരിയോ കെമിസ്ട്രിയുമാണ്. ഈ സെലക്ഷൻ റൂൾസും സ്റ്റീരിയോ കെമിസ്ട്രി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് പെരിസൈക്ലിക് റിയാക്ഷൻസ് എന്ന് പഠിച്ചപ്പോൾ അതിനകത്ത് പറഞ്ഞിരുന്നു, ഈ റിയാക്ഷനിൽ റിയാക്ടൻസിന്റെ ഓർബിറ്റൽസിന്റെ സിമെട്രി എന്താണോ ആ സിമെട്രി പ്രോഡക്ട്സിനകത്തും കൺസർവ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അത് അതുപോലെ നിലനിൽക്കുന്നു എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ സിമെട്രി കൺസർവ് ചെയ്തുകൊണ്ട് ഈ റിയാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടുന്നത് റിയാക്ടൻസിനകത്തുള്ള ഓർബിറ്റൽസിന്റെ സിമെട്രിയാണ്. അപ്പൊ ഇവിടെ റീഅറേഞ്ച്മെന്റ് നടന്ന് ഒന്നുകിൽ ഒരു സൈക്ലിക് സ്ട്രക്ചറോ അല്ലെന്നുണ്ടെങ്കിൽ രണ്ട് വ്യത്യസ്ത മോളിക്യൂളുകൾ കമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ പൈ ബോണ്ടുകളാണ് റീഅറേഞ്ച് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഈ പൈ ബോണ്ടുകൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ അവിടെ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ ഓരോ കാർബണിന്റെയും ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്, അപ്പൊ പൈ ബോണ്ട് വരുമ്പോൾ അത് sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. അപ്പൊ അതിനകത്ത് ഒരു അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽ ഉണ്ട് വിത്ത് 1 അൺപെയർഡ് ഇലക്ട്രോൺ. അപ്പൊ ഈ അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റലാണ് പൈ ബോണ്ട് ഫോം ചെയ്യുന്നത്. ഈ പൈ ബോണ്ട് ആണ് റീഅറേഞ്ച് ചെയ്ത് എന്തായിട്ട് മാറുന്നത്, പ്രോഡക്ട്സിനകത്തുള്ള സിഗ്മ ബോണ്ടും അല്ലെന്നുണ്ടെങ്കിൽ റീഅറേഞ്ച് ചെയ്യപ്പെടുന്ന പൈ ബോണ്ടും പുതിയ പൈ ബോണ്ടുമായിട്ട് മാറുന്നത്. അപ്പൊ നമ്മള് ഈ റിയാക്ടൻസിനകത്ത് ഈ പൈ ബോണ്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന്റെ ലോബ്സ് എങ്ങനെയാണ്, അതിന്റെ സിമെട്രി എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ സിമെട്രി അറിയുമ്പോൾ ഈ പൈ ബോണ്ട് ഈ പി ഓർബിറ്റൽസിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഈ പി ഓർബിറ്റൽസിന് രണ്ട് ലോബ്സ് ആണുള്ളത്. നമുക്ക് ഈ ലോബ്സിനെ ഒന്നുകിൽ പ്ലസ് ആൻഡ് മൈനസ് സൈൻ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഈ പ്ലസ് സൈനും ഈ മൈനസ് സൈനും സൂചിപ്പിക്കുന്നത് വേവ് ഫംഗ്ഷൻ ഈ റീജിയണില് പോസിറ്റീവായിട്ട് മാറുന്നതും ഈ റീജിയണിൽ അത് നെഗറ്റീവായിട്ട് മാറുന്നതും. ഈ വേവ് ഫംഗ്ഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിനകത്ത് ഹൈഡ്രജൻ ആറ്റം സോൾവ് ചെയ്യുമ്പോഴാണ് പഠിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ ഈ പി ഓർബിറ്റൽസിന്റെ ഷേപ്പ് എങ്ങനെയാ വരുന്നതെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ നമ്മൾ ഈ പ്ലസും മൈനസും ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം. ഇപ്പൊ ഇവിടെ ജസ്റ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്, ഈ പ്ലസും മൈനസും റെപ്രസെന്റ് ചെയ്യുന്നത് ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവുമായിട്ട് മാറുന്നു. അല്ലാതെ ഇവിടെ പ്ലസ് ആൻഡ് മൈനസ് നെഗറ്റീവ് സൈൻ, മാത്തമെറ്റിക്കലി പ്ലസ് ആൻഡ് മൈനസ് സൈൻ അല്ല ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലോബ്സിനെ ഒരു ലോബ് നമുക്ക് ഡാർക്കൻ ചെയ്ത് ഉപയോഗിക്കാം. അപ്പൊ ഈ പോസിറ്റീവ് ആയിട്ടുള്ള റീജിയന്റെ പകരം നമ്മളിവിടെ ഡാർക്കൻ ചെയ്ത് നമുക്കതിനെ റെപ്രസെന്റ് ചെയ്യാം. എന്നാൽ ഈ രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആൽക്കെയിൻസ് ആണ് എത്തിലീൻ, അതായത് CH2 ഡബിൾ ബോണ്ട് CH2. ഈ മോളിക്യൂളിനകത്ത് രണ്ട് കാർബൺ ഉണ്ട്. ഈ കാർബണിന്റെയും ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ്. അപ്പൊ ഈ രണ്ട് കാർബണിനകത്തും ഓരോ പി ഓർബിറ്റൽസ് ഉണ്ട്. ഹൈബ്രിഡൈസേഷനിൽ ഏർപ്പെടാത്ത പി ഓർബിറ്റൽസ് ഉണ്ട്, അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽസ്. ആ അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റലിനകത്ത് ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു പൈ ബോണ്ട് ഫോം ചെയ്യുന്നു. ഇവിടുത്തെ സിഗ്മ ബോണ്ട് ഈ റീഓർഗനൈസേഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ട് ഈ സിഗ്മ ബോണ്ടിന് റിയാക്ടൻസിനകത്ത് അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യുന്ന റിയാക്ടൻസിനകത്തുള്ള സിഗ്മ ബോണ്ടിന് ഒരു ചേഞ്ച് സംഭവിക്കത്തില്ല. ഒൺലി പൈ ഇലക്ട്രോൺസ് റീഅറേഞ്ച്, ഈ പൈ ഇലക്ട്രോൺസ് റീഅറേഞ്ച് ചെയ്താണ് പുതിയ സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നതും അതുപോലെ തന്നെ പുതിയ പൈ ബോണ്ട് ഫോം ചെയ്യുന്നതും. അപ്പൊ നമുക്ക് ഇതിനകത്ത് രണ്ട് പി ഓർബിറ്റൽസ് ഉണ്ട്. ഈ കാർബണിനകത്ത് ഒരു പി ഓർബിറ്റൽസ് ഉണ്ട്, ഈ കാർബണിനകത്ത് ഒരു പി ഓർബിറ്റൽ ഉണ്ട്. ഈ രണ്ട് പി ഓർബിറ്റലും കമ്പൈൻ ചെയ്താണ് മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത്. ഈ രണ്ട് പി ഓർബിറ്റലും ലീനിയർ കോമ്പിനേഷൻ വഴിയാണ് കമ്പൈൻ ചെയ്യുന്നത്. അപ്പൊ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ പി ഓർബിറ്റലിന്റെ ഫംഗ്ഷനും ഈ പി ഓർബിറ്റലിന്റെ ഫംഗ്ഷനും അഡിറ്റീവ് കോമ്പിനേഷൻ വഴി ഒരു മോളിക്കുലാർ ഓർബിറ്റൽ ഫോം ചെയ്യും. അതുപോലെ തന്നെ സബ്സ്ട്രാക്റ്റീവ് കോമ്പിനേഷൻ വഴിയും ഒരു മോളിക്കുലാർ ഓർബിറ്റൽ ഫോം ചെയ്യും. ദാറ്റ് ഈസ് ψmo is equal to ഈ പി ഓർബിറ്റലിന്റെ വേവ് ഫംഗ്ഷൻ, ദാറ്റ് ഈസ് പി പ്ലസ് അല്ലെങ്കിൽ p1 പ്ലസ് p2. ദാറ്റ് ഈസ് ലീനിയർ കോമ്പിനേഷൻ ആണ്. ദാറ്റ് ഈസ് അഡിറ്റീവ് കോമ്പിനേഷൻ ആൻഡ് സബ്സ്ട്രാക്റ്റീവ് കോമ്പിനേഷൻ. ഈ രണ്ട് ഓർബിറ്റലും ഈ പി ഓർബിറ്റലും അഡിറ്റീവ് കോമ്പിനേഷനിൽ ഏർപ്പെടുന്നതിന്റെ ഫലമായിട്ട് ഒരു ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലും ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ഫോം ചെയ്യും. ദാറ്റ് ഈസ് p1 പ്ലസ് p2. ഇത് രണ്ടിന്റെയും സബ്സ്ട്രാക്റ്റീവ് കോമ്പിനേഷന്റെ ഫലമായിട്ട്
ഒരു ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ഫോം ചെയ്യും. ദാറ്റ് ഈസ് P1 മൈനസ് P2. ഇവിടെ വേവ് കമ്പൈൻ ചെയ്യുന്നത് ഈ രണ്ട് ഓർബിറ്റലിന്റെയും പി ഓർബിറ്റലിന്റെയും വേവ് ഫംഗ്ഷൻസ് തമ്മിലാണ് കമ്പൈൻ ചെയ്യുന്നത്. അതിന്റെ വേവ് ഫംഗ്ഷൻസ് തമ്മിലാണ് സബ്സ്ട്രാക്ട് ചെയ്യപ്പെടുന്നത്, ലീനിയർ കോമ്പിനേഷനിൽ ഏർപ്പെടുന്നത്. അഡിറ്റീവ് കോമ്പിനേഷനും സബ്സ്ട്രാക്റ്റീവ് കോമ്പിനേഷനും. അഡിറ്റീവ് കോമ്പിനേഷന്റെ ഫലമായിട്ടുണ്ടാകുന്ന ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിന് ഈ കമ്പൈൻ ചെയ്തിരിക്കുന്ന അറ്റോമിക് ഓർബിറ്റൽസിന്റെ എനർജിയെക്കാട്ടിൽ കുറവായിരിക്കും. അതുപോലെ തന്നെ സബ്സ്ട്രാക്റ്റീവ് കോമ്പിനേഷന്റെ ഫലമായിട്ട് ഫോം ചെയ്തിരിക്കുന്ന ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിന് കമ്പൈൻ ചെയ്തിരിക്കുന്ന അറ്റോമിക് ഓർബിറ്റൽസിന്റെ എനർജിയെക്കാട്ടിൽ കൂടുതലായിരിക്കും. അങ്ങനെ രണ്ട് മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യും, ഒരു ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലും ഒരു ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലും. അപ്പൊ ഇവിടെ നമ്മൾ വേവ് ഫംഗ്ഷൻസ് കമ്പൈൻ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ആ വേവ് ഫംഗ്ഷനെ നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് രണ്ട് ലോബ്സ് ആയിട്ടാണ്. അതായത് പി ഓർബിറ്റലിന് ഡംബൽ ഷേപ്പാണ്, അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ഇതിന്റെ അഡിറ്റീവ് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരേ ഫേസിലുള്ള ഓർബിറ്റലുകൾ തമ്മിലാണ് കമ്പൈൻ ചെയ്യുന്നത്. ഈ രണ്ട് ഓർബിറ്റലുകൾ തമ്മിൽ ഒരേ ഫേസിലുള്ള അറ്റോമിക് ഓർബിറ്റലുകൾ തമ്മിലാണ് അഡിറ്റീവ് കോമ്പിനേഷനിൽ ഏർപ്പെടുന്നത്. അപ്പൊ ഈ രണ്ട് ഇൻഫേസ് അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യും, ഒരേ ഫേസിലുള്ള അറ്റോമിക് ഓർബിറ്റൽസ്. അതായത് ഒന്നുകിൽ പ്ലസ് സൈൻ അല്ലെങ്കിൽ മൈനസ് സൈൻ, ഇവിടെ പ്ലസ് സൈൻ മൈനസ് സൈൻ. അപ്പൊ പ്ലസ് സൈൻ ഉള്ള അറ്റോമിക് ഓർബിറ്റലുകൾ കമ്പൈൻ ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ മൈനസ് സൈനിലുള്ള അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യണം. ഇതാണ് ലീനിയർ കോമ്പിനേഷൻ, ഒരേ ഫേസിലുള്ള അറ്റോമിക് ഓർബിറ്റലുകൾ കമ്പൈൻ ചെയ്യണം. അതിന്റെ ഫലമായിട്ട് ഒരു മോളിക്കുലാർ ഓർബിറ്റൽ ഫോം ചെയ്യും. ഇതിനെയാണ് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് സൈ ബോണ്ടിങ് എന്ന് റെപ്രസെന്റ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കതിനെ Ψ1 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലാണ്. ഇനി ഇതേ മോളിക്കുലാർ ഓർബിറ്റല് സബ്സ്ട്രാക്റ്റീവ് കോമ്പിനേഷൻ വഴി കമ്പൈൻ ചെയ്യും, ലീനിയർ കോമ്പിനേഷൻ ഏർപ്പെടും. അപ്പൊ സബ്സ്ട്രാക്റ്റീവ് കോമ്പിനേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ രണ്ടിന്റെയും കൂടെ മൈനസ് അല്ല, ഇത് രണ്ടും കൂടെ കോമ്പിനേഷനിൽ ഏർപ്പെടുന്നത് ഒരു ഓർബിറ്റലിന്റെ പോസിറ്റീവ് ഫേസ്, അതായത് ഇൻ ഫേസ് ആയിട്ടുള്ളതും ഇതിന്റെ ഔട്ട് ഓഫ് ഫേസ് അറ്റോമിക് ഓർബിറ്റലും ആയിരിക്കും. ഇത് തമ്മിൽ കമ്പൈൻ ചെയ്യും. അങ്ങനെ കമ്പൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഓർബിറ്റലിന്റെ ഫേസ് ആയിരിക്കില്ല ഈ ഓർബിറ്റലിന്റെ ഫേസ് എന്ന് പറയുന്നത്. ഇവിടെ പ്ലസ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ലോബ് മുകളിലേക്കും ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള ലോബ് താഴെയുമാണ് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇങ്ങനെ കമ്പൈൻ ചെയ്യുമ്പോൾ ഇതിന്റെ ഇൻ ഫേസ് അറ്റോമിക് ഓർബിറ്റല് ഇതിന്റെ ഔട്ട് ഓഫ് ഫേസ് അറ്റോമിക് ഓർബിറ്റലുമായിട്ട് കമ്പൈൻ ചെയ്യാം. ഒരേ ഫേസിലുള്ള ഓർബിറ്റലുകളല്ല കമ്പൈൻ ചെയ്യുന്നത്. ഇവിടെ ഒരേ ഫേസിലുള്ള ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻസ് തമ്മിലാണ് കോമ്പിനേഷൻ നടക്കുന്നത്. അതായത് പോസിറ്റീവ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷനും പോസിറ്റീവ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷനും. ഇവിടെ കമ്പൈൻ ചെയ്യപ്പെടുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷനും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷനുമാണ്. അതിന്റെ ഫലമായിട്ട് ഇങ്ങനെയുള്ള അറ്റോമിക് ഓർബിറ്റലുകൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബോണ്ട് ഫോം ചെയ്യുകയില്ല. അതിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്നത് ഒരു നോഡാണ് ഫോം ചെയ്യുന്നത്. ഇവിടെ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അതേസമയം ഒരേ ഫേസിലുള്ള അറ്റോമിക് ഓർബിറ്റലുകൾ കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു ബോണ്ട് ഫോം ചെയ്യും. അപ്പൊ ഈ ബോണ്ട് ഫോം ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ആ മോളിക്യൂൾ സ്റ്റേബിൾ ആയിട്ട് മാറും. അപ്പൊ ഇവിടെ രണ്ട് ഔട്ട് ഓഫ് ഫേസ് അറ്റോമിക് ഓർബിറ്റലുകളാണ് കമ്പൈൻ ചെയ്യുന്നത്. അപ്പൊ ഔട്ട് ഓഫ് ഫേസ് അറ്റോമിക് ഓർബിറ്റലുകൾ കമ്പൈൻ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഒരു നോഡാണ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഈ മോളിക്കുലാർ ഓർബിറ്റലിനെ നമുക്ക് Ψ2 എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ രണ്ട് മോളിക്കുലാർ ഓർബിറ്റൽ ഫോം ചെയ്യും, അതിന്റെ എനർജി ഇതാണ്. അപ്പൊ ഈ പി ഓർബിറ്റലിനകത്ത് അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റലിനകത്ത് ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട് അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റലിനകത്ത്. ഈ കാർബണിനകത്തും ഒരു അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റലിനകത്ത് ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. ഈ രണ്ട് ഇലക്ട്രോണും കൂടെ അപ്പൊ ഈ രണ്ട് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്ത് മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അറ്റോമിക് ഓർബിറ്റലുകളിൽ ഇരുന്ന ഇലക്ട്രോൺസ് പിന്നീട് എവിടെയാണ് ഇരിക്കുന്നത്? ഇവിടെ മോളിക്യൂൾ ഫോം ചെയ്യുമ്പോൾ അവിടെ മോളിക്കുലാർ ഓർബിറ്റലുകളിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ മോളിക്കുലാർ ഓർബിറ്റലിനകത്ത് രണ്ട് ഇലക്ട്രോൺസ് വരും. കാരണം അതിനകത്ത് ഈ രണ്ട് ഇലക്ട്രോൺസ് വരുന്നത് ഇവിടെയാണ് ഫില്ല് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇവിടെ എത്തിലീൻ എടുത്തു കഴിഞ്ഞാല് രണ്ട് മോളിക്കുലാർ ഓർബിറ്റലാണ് ഉള്ളത്. അതിനെ നമ്മൾ Ψ1 ആൻഡ് Ψ2 എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ Ψ1നെ സംബന്ധിച്ചിടത്തോളം ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലാണ്. Ψ2 എന്ന് പറയുന്നത് ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലാണ്. ഇതിനകത്തുള്ള രണ്ട് ഇലക്ട്രോൺസ് Ψ1നകത്താണ് ഒക്കുപ്പൈ ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ആകെ രണ്ട് ഓർബിറ്റലേ ഉള്ളൂ. അതിനകത്ത് ഒരെണ്ണത്തിനകത്ത് ഒക്കുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽസ് ഒക്കുപ്പൈഡ് ആണ്. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഹയസ്റ്റ് ഒക്കുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ ഹോമോ എന്ന് പറയും. അപ്പൊ എത്തിലീനകത്ത് Ψ1 ആണ് ഹോമോ എന്ന് പറയുന്നത്. ഹയസ്റ്റ് ഒക്കുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് പറയുന്നത് ഏതാണ്? Ψ1 ആണ്. ഇതിനകത്ത് ഇലക്ട്രോൺസ് ഇല്ല, അൺഒക്കുപ്പൈഡ് ആയിട്ടുള്ള ഓർബിറ്റലാണ്.
അപ്പൊ ഇതിനകത്ത് മുകളിലേക്ക് പോകുന്നതോറും അൺഒക്കുപ്പൈഡ് ആയിട്ടുള്ള ഓർബിറ്റിലാണ്. അപ്പൊ ആകെ ഇതേ ഉള്ളൂ അൺഒക്കുപ്പൈഡ് ആയിട്ടുള്ളത്. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ലോവസ്റ്റ് അൺഒക്കുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ ലൂമോ എന്ന് പറയും. ലോവസ്റ്റ് അൺഒക്കുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ ലൂമോ. അപ്പൊ ഇത് ഹോമോ, Ψ1 ആണ് ഹോമോ, Ψ2 ആണ് ലൂമോ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഈ ഒരു മോളിക്യൂളിനെ ചൂടാക്കി കഴിഞ്ഞാൽ ഈ Ψ1 ഇരിക്കുന്ന ഇലക്ട്രോൺസിന് ഒന്നും സംഭവിക്കത്തില്ല. ആ പൊസിഷനിൽ മാത്രമേ തന്നെ ഇരിക്കത്തുള്ളൂ. അതേസമയം നമ്മൾ ഈ മോളിക്യൂളിനെ ലൈറ്റിന്റെ പ്രസൻസിൽ വെച്ച് കഴിഞ്ഞാൽ, ഇറേഡിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ലൈറ്റിന്റെ പ്രസൻസിൽ വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺസിന് ട്രാൻസിഷൻ നടക്കും, ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കും. അതായത് UV വിസിബിൾ ലൈറ്റിന്റെ പ്രസൻസിൽ എഥിലീൻ മോളിക്യൂളിനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കും. ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടന്നു കഴിഞ്ഞാൽ ഈ Ψ1 ഒരു ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് പോകും? Ψ2 പോകും. അപ്പൊ ഏത് ഇലക്ട്രോൺ ആണ് പോകുന്നത്? ഈ സെക്കൻഡ് ഇലക്ട്രോൺ ആണ് പോകുന്നതെങ്കിൽ അത് അതേപോലെ റെപ്രസെന്റ് ചെയ്യണം. സ്പിൻ മൾട്ടിപ്ലിസിറ്റി ഷുഡ് നോട്ട് ചേഞ്ച് ഡ്യൂറിംഗ് ഇലക്ട്രോണിക് ട്രാൻസിഷൻ. അപ്പൊ അതിന്റെ ഫലമായിട്ട് എങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്ന സ്പിന്നിലുള്ള ഇലക്ട്രോൺസ് അതേപോലെ തന്നെ വേണം ഇവിടെ റെപ്രസെന്റ് ചെയ്യാൻ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇലക്ട്രോൺസ് ഉള്ള ഓർബിറ്റൽ ഏതാണ്? Ψ2, ഹയസ്റ്റ് ഒക്കുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ. അപ്പൊ ഇവിടുത്തെ ഹയസ്റ്റ് ഒക്കുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് പറയുന്നത് Ψ2 ആണ്. നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ Ψ1 ഇലക്ട്രോൺസിന് ഒന്നും സംഭവിക്കത്തില്ല. അണ്ടർ തെർമൽ കണ്ടീഷൻ highest occupied molecular orbital is Ψ1. Under photochemical condition, ഇത് thermal condition. Photochemical conditionൽ highest occupied molecular orbital എന്ന് പറയുന്നത് ഏതാണ്? Ψ2 ആണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഓർബിറ്റൽസിന്റെ രണ്ടിന്റെയും സിമെട്രി പ്രോപ്പർട്ടി നോക്കണം. ഈ സിമെട്രി പ്രോപ്പർട്ടിയെ നമ്മൾ നോക്കുന്നത് ഒന്ന് C2 ആക്സിസിൽ, അതായത് റൊട്ടേഷൻ നടത്തുക, റൊട്ടേഷൻ എബൌട്ട് 180 ഡിഗ്രി, 180 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുക. ഈ ഓർബിറ്റലിനെ നമ്മൾ ഏകദേശം 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക. 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്ത് സംഭവിക്കും? അതാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഇതിനെ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ സെന്റർ എന്ന് പറയുന്നത്. ഈ സെന്ററിൽ കൂടിയുള്ള ഒരു ആക്സിസിൽ കൂടി നമ്മൾ ഇതിനെ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക. അപ്പൊ C2 ആക്സിസ് എന്ന് പറയുന്ന റൊട്ടേഷൻ ടു 180 ഡിഗ്രി, 360/2. അപ്പൊ 180 ഡിഗ്രി നമ്മൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ലോബ്സ് ഇതുപോലെ കറങ്ങി ഇവിടെ വരും, ഈ ലോബ്സ് ഇതുപോലെ കറങ്ങി ഇവിടെ വരും, ഈ ലോബ്സ് ഇതുപോലെ കറങ്ങി ഇവിടെ വരും. അപ്പൊ ഇവിടെ വരുമ്പോ എന്താ പ്രത്യേകത? ഇത് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഇതിന്റെ ലോബ്സിന്റെ ഫേസ് ചേഞ്ച് ചെയ്യും. ഈ മുകളിലായിരുന്നു ഇവിടെ രണ്ട് പോസിറ്റീവ് ഫേസ് വരുന്നത്, അതെന്ത് ചെയ്യും? താഴേക്ക് വരും, ഇവിടെയായിട്ട് മാറും. അപ്പൊ ഈ ലോബ് നേരെ കറങ്ങി എവിടെ വരും? ഇവിടെ വരും. ഈ ലോബ് കറങ്ങി ഇവിടെ വരും. അപ്പൊ എന്ത് ചെയ്യും? ഈ ഫേസ് എന്ന് പറയുന്നത് താഴെ വരും, ഈ ഫേസ് ഇവിടെ താഴെ വരും. അപ്പൊ എന്തായിട്ട് മാറും? 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ട് അതും ഇതും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും സെയിം ആണോ? അല്ല. അന്നേരം നമ്മൾ പറയും ഈ രണ്ട് ഓർബിറ്റലുകളും C2 സിമെട്രിയില് നമ്മൾ നോക്കിക്കഴിഞ്ഞാല്, C2 സിമെട്രി നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇത് ആന്റി സിമെട്രിക് ആണെന്ന് പറയും. ഈ ഓർബിറ്റൽ എന്താണ്? ആന്റി സിമെട്രിക് ആണ്. C2 ആക്സിസില് ഇതെന്താണ്? ആന്റി സിമെട്രിക് ആണ്. നമുക്കിനി സെക്കൻഡ് ഓർബിറ്റൽ നോക്കാം. ഇതിനെ നമ്മൾ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തായിട്ട് വരും? ഈ ലോബ് നേരെ കറങ്ങി താഴെ വരും. അപ്പൊ എന്താണ്? ഇവിടെ പോസിറ്റീവ് ഫേസ് വരും. ഈ ലോബ് നേരെ കറങ്ങി ഇവിടെ വരും. ഇവിടെ വരുമ്പോ എന്ത് ചെയ്യും? ഇവിടുത്തെ പോസിറ്റീവ് ഫേസ് മുകളിൽ പോകും. അപ്പൊ എന്ത് തന്നെയാണ് ഇത്? നമ്മൾ ഈ രണ്ട് ഫിഗറും കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ C2 റൊട്ടേഷൻ ഈ Ψ2 നടത്തിയപ്പോൾ എന്താണ്? അതേ ഓറിയന്റേഷൻ ആണ് കിട്ടിയത്. ഇത് നമ്മൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടും ഒരേപോലെ തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ Ψ2 എന്ന് പറയുന്നത് C2 ആക്സിസിൽ റൊട്ടേഷൻ നടത്തി കഴിഞ്ഞാൽ എന്താണ്? സെയിം ആണ്, അതായത് സിമെട്രിക് ആണെന്ന് ഒരുപോലെ നമുക്ക് കിട്ടും. 180 ഡിഗ്രി റൊട്ടേഷനിൽ
ഇത് നമുക്ക് പറയാൻ പറ്റും അതേ ഓറിയന്റേഷൻ തന്നെ നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് പറയാൻ പറ്റും സിമെട്രിക് ആണെന്ന് പറയാൻ പറ്റും. അതേസമയം Ψ1 എന്ന് പറയുന്നത് എന്താണ്? ആന്റി സിമെട്രിക് ആണ്. അപ്പൊ Ψ1 എന്ന് പറയുന്നത് ആന്റി സിമെട്രിക് ആണ്. C2 ആക്സിസില് Ψ2 എന്ന് പറയുന്നത് സിമെട്രിക് ആണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് സിമെട്രിക് ആയിട്ടുള്ള ഓർബിറ്റൽസ് C2 സിമെട്രിക് ആണ്. ഇതെന്ന് പറയുന്നത് Ψ1 എന്ന് പറയുന്നത് എന്താണ്? ആന്റി സിമെട്രിക് ആണ്. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ Ψ1 ആൻഡ് Ψ2 എന്ന് പറയുന്ന മോളിക്കുലർ ഓർബിറ്റൽസിൽ മിറർ പ്ലെയിൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ നടത്തുന്നു, സിമെട്രി ഓപ്പറേഷൻ നടത്തുന്നു. അപ്പൊ നമ്മളൊരു പ്ലെയിൻ, ഒരു ഇമാജിനറി പ്ലെയിൻ, നമ്മൾ ഈ മോളിക്യൂൾ കിടക്കുന്നത് ബോർഡിന്റെ പ്ലെയിനിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ പേപ്പറിൽ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പേപ്പറിന്റെ പ്ലെയിനിലാണ് ഇത് കിടക്കുന്നത്. ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് മോളിക്യൂളിന്റെ സെന്ററിലൂടെ ഒരു മിറർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മിററിന്റെ ഇമേജ് എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡിലുള്ള അതേപോലെയാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇത് മിറർ ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ, സിമെട്രി ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ, മിറർ പ്ലെയിൻ എന്ന് പറയുന്ന ഒരു സിമെട്രി ഓപ്പറേഷൻ നമ്മൾ നടത്തി കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ മോളിക്യൂൾ ഈസ് ദ മിറർ ഇമേജ് ഓഫ് ദ സെക്കൻഡ് ഹാഫ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ മിറർ പ്ലെയിനിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഈ ഓർബിറ്റല് സിമെട്രിക് ആണെന്ന് പറയാൻ പറ്റും. അതേസമയം ഇവിടെയാണ് Ψ2-ലാണ് നമ്മൾ ഒരു മിറർ പ്ലെയിൻ വെക്കുന്നത് എങ്കിൽ റൈറ്റ് സൈഡ് ഓഫ് ദ മോളിക്യൂൾ ഈസ് നോട്ട് ദ മിറർ ഇമേജ് ഓഫ് ദ ലെഫ്റ്റ് സൈഡ്. അതേസമയം ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് ഓഫ് ദ മോളിക്യൂൾ ഈസ് ദ മിറർ ഇമേജ് ഓഫ് ദ ലെഫ്റ്റ് സൈഡ്. ഇവിടെയാണ് നമ്മളൊരു മിറർ പ്ലെയിൻ വെക്കുന്നതെങ്കിൽ റൈറ്റ് ഹാഫ് ഓഫ് ദ മോളിക്യൂൾ ഈസ് നോട്ട് ദ മിറർ ഇമേജ് ഓഫ് ദ ലെഫ്റ്റ് ഹാഫ്. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ Ψ2 എന്ന് പറയുന്നത് മിറർ പ്ലെയിനിന് കറസ്പോണ്ടിങ് ആയിട്ട് ആന്റി സിമെട്രിക് ആണ്. Ψ1 എന്ന് പറയുന്നത് സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു മിറർ പ്ലെയിൻ. Ψ2 എന്ന് പറയുന്നത് ആന്റി സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു മിറർ പ്ലെയിൻ. അതേസമയം C2 ന് കറസ്പോണ്ടിങ് ആയിട്ടോ Ψ1 ഈസ് സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു C2. C2 ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ Ψ1 ഈസ് ആന്റി സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു C2. നമ്മളിവിടെ C2 ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ ഇതിന്റെ റൊട്ടേഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ട് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടാണ് കിട്ടുന്നത്. അതായത് ഇതിന്റെ രണ്ടിന്റെയും ഒരേപോലെയല്ല, നമുക്ക് ഒരേ ഓറിയന്റേഷൻ അല്ല നമുക്ക് കിട്ടുന്നത്. എങ്കിൽ നമുക്ക് പറയാൻ പറ്റും Ψ1 ഈസ് ആന്റി സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു C2. ബട്ട് ഇൻ ദ കേസ് ഓഫ് Ψ2 ഇറ്റ് ഈസ് സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു C2. ഡബിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2. ഇതിനകത്ത് 4 കാർബൺ ആറ്റം ഉണ്ട്. ഈ 4 കാർബൺ ആറ്റത്തിലും 4 അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റൽസ് ഉണ്ട്. ഈ 4 അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ 4 മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യും. ആ 4 മോളിക്കുലാർ ഓർബിറ്റൽസിന്റെയും നമുക്ക് സിമെട്രി അറിയണം. അപ്പൊ 4 അൺഹൈബ്രിഡൈസ്ഡ് മോളിക്കുലാർ ഓർബിറ്റൽ ഈ 4 അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് എല്ലാം ഒരേപോലെ കമ്പൈൻ ചെയ്യും, ഒരു ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ഫോം ചെയ്യും, അത് Ψ1. സെക്കൻഡ് ഓർബിറ്റൽസിനകത്ത് ഒരു നോഡ് ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ഇത് രണ്ടും ഒരേപോലെ കമ്പൈൻ ചെയ്യണം, ഇത് രണ്ടും ഈ രീതിയിൽ കമ്പൈൻ ചെയ്യണം. അപ്പൊ എങ്കിൽ മാത്രമേ ഇവിടെ ഒരു നോഡ് ഫോം ചെയ്തുള്ളൂ. കാരണം ഇത് രണ്ടിന്റെയും കൂടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ഫേസ് ഓർബിറ്റൽസിന്റെ കോമ്പിനേഷൻ ആകും. അതിന്റെ ഫലമായിട്ട് ഇവിടെ ഒരു നോഡ് ഫോം ചെയ്യും. ഇനിയുള്ളത് 2 നോഡ്സ്. ഇവിടെ ഒരു നോഡ് ഈ മോളിക്കുലർ ഓർബിറ്റലിന്, അപ്പൊ ഇത് Ψ2. ഈ മോളിക്കുലർ ഓർബിറ്റലിനകത്ത് 2 നോഡ് വരണം. അങ്ങനെയെങ്കിൽ ഇത് രണ്ടിന്റെയും ലോബ്സിന്റെ പോസിറ്റീവ് ലോബ്സ് മുകളിലും ഇത് രണ്ടിന്റെയും താഴെയുമായിരിക്കും. എങ്കിൽ മാത്രമേ 2 നോഡ് ഫോം ചെയ്യത്തുള്ളൂ. ഇത് Ψ3. ഇതിനകത്ത് 3 നോഡ് ഫോം ചെയ്യണം. അപ്പൊ ഇത് രണ്ടും ഔട്ട് ഓഫ് ഫേസ് കോമ്പിനേഷൻ ആണ്, ഇവിടെ നോഡ് ഫോം ചെയ്യും. ഇത് രണ്ടും ഔട്ട് ഓഫ് ഫേസ് കോമ്പിനേഷൻ ആണ്, ലീനിയർ കോമ്പിനേഷൻ ആണ്. അപ്പൊ ഇവിടെ ഒരു നോഡ് ഫോം ചെയ്യും. ഇത് രണ്ടും ഔട്ട് ഓഫ് ഫേസ് കോമ്പിനേഷൻ ആണ്, ഇവിടെ നോഡ് ഫോം ചെയ്യും. ഇത് Ψ4. അപ്പൊ 4 അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റൽ ഉണ്ട്. 4 അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റലിനകത്തും ഓരോ ഇലക്ട്രോൺസ് വീതമുണ്ട്.
ആ ഓരോ ഇലക്ട്രോൺസും പിന്നീട് എവിടെയാണ് ഇരിക്കുന്നത്? ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസിലാണ് ഓക്കുപൈ ചെയ്യുന്നത്. അപ്പൊ 4 മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നതിൽ 2 ബോണ്ടിങ്ങും 2 ആന്റി ബോണ്ടിങ്ങും ആയിരിക്കും. Ψ1 ആൻഡ് Ψ2 ബോണ്ടിങ്, Ψ3 ആൻഡ് Ψ4 ആന്റി ബോണ്ടിങ്. ഈ 4 ഇലക്ട്രോൺസ് ഓക്കുപൈ ചെയ്യുന്നത് 2 Ψ1ലും 2 Ψ2ലായിരിക്കും. ഇനി നമുക്ക് ഈ മോളിക്കുലാർ ഓർബിറ്റൽസിന്റെ സിമെട്രി അറിയണം. ഇപ്പൊ സിമെട്രി വിത്ത് റെസ്പെക്ട് ടു C2 ആൻഡ് മിറർ പ്ലെയിൻ. ഫസ്റ്റ് നമുക്ക് C2 ഓപ്പറേഷൻ നടത്തി നോക്കാം. C2 ഓപ്പറേഷൻ നടത്തുമ്പോൾ ഇത് റൊട്ടേഷൻ ആണ്, 180 ഡിഗ്രി റൊട്ടേഷൻ. 180 ഡിഗ്രി റൊട്ടേഷൻ നടത്തുമ്പോൾ ഇതേ ഓറിയന്റേഷൻ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് എങ്കിൽ ഇത് സിമെട്രിക് ആയിരിക്കും. ഓപ്പോസിറ്റ് ഓറിയന്റേഷൻ ആണ് കിട്ടുന്നതെങ്കിൽ ആന്റി സിമെട്രിക് ആയിരിക്കും. അപ്പൊ ഇതിനെ 180 ഡിഗ്രി റൊട്ടേഷൻ നടത്തി കഴിഞ്ഞാൽ ഇത് ആന്റി സിമെട്രിക് ആണ്, ഒരേ ഓറിയന്റേഷൻ കിട്ടുന്നില്ല. ഇതിനെ നമ്മൾ 180 ഡിഗ്രി റൊട്ടേഷൻ നടത്തി കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് ലോ നേരെ ഇവിടെ വരും, ഈ പോസിറ്റീവ് ലോ ഇവിടെയും വരും. അപ്പൊ സിമിലർ ഓറിയന്റേഷൻ കിട്ടും. അതിന്റെ ഫലമായിട്ട് Ψ2 ഈ സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു C2. ഇനി Ψ3 ആണെങ്കിൽ ഇതിന്റെ അകത്ത് നമ്മൾ 180 ഡിഗ്രി റൊട്ടേഷൻ നടത്തി കഴിഞ്ഞാൽ ഇതിന്റെ ഒരേ ഓറിയന്റേഷൻ കിട്ടത്തില്ല. അതിന്റെ ഫലമായിട്ട് ഇത് ആന്റി സിമെട്രിക് ആയിട്ട് മാറും. ഈ Ψ4 എന്ന് പറയുന്നത് സിമെട്രിക് ആയിട്ട് മാറും. ഇത് നമ്മൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഇതിന്റെ 2 എൻഡിലുമുള്ള ലോബ്സിന്റെ ഓറിയന്റേഷൻ നോക്കിയാൽ മതി. 2 എൻഡിലുമുള്ള ലോബ്സ് ഒരേപോലെ മുകളിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, രണ്ടിന്റെയും പോസിറ്റീവ് ലോബ്സ് ഒരേപോലെ മുകളിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് ആന്റി സിമെട്രിക് ആയിരിക്കും വിത്ത് റെസ്പെക്ട് ടു C2. ഈ 2 ലോബ്സും താഴെ, ഒന്ന് മുകളിലും ഒന്ന് താഴെയുമായിട്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് സിമെട്രിക് ആയിരിക്കും. അപ്പൊ ഇത് രണ്ടും മുകളിലാണ്. അപ്പൊ ഇത് റൊട്ടേഷൻ നടത്തിയാൽ ഒരേപോലെ വരത്തില്ല. അപ്പൊ ഇത് ആന്റി സിമെട്രിക്. ഇതൊന്ന് മുകളിലും ഇനി അറ്റത്തുള്ളത് താഴെയുമാണ്. അപ്പൊ ഇവിടെ റൊട്ടേഷൻ നടത്തിയാൽ 180 ഡിഗ്രി റൊട്ടേഷൻ നടത്തിയാൽ സിമെട്രിക് ആയിരിക്കും. അല്ലാതെ നമുക്ക് നോക്കാം ആന്റി സിമെട്രിക്, സിമെട്രിക്, ആന്റി സിമെട്രിക്, സിമെട്രിക്. ഒന്നിടവിട്ടുള്ളതെല്ലാം എന്തായിരിക്കും? ആന്റി സിമെട്രിക്, സിമെട്രിക് ആയിട്ട് മാറും. അപ്പൊ ഇതിനകത്ത് C2 നടത്തി കഴിഞ്ഞാൽ ഏത് ഓർബിറ്റൽസ് ആണെങ്കിലും അതിന്റെ Ψ1 എന്ന് പറയുന്നത് എപ്പോഴും ആന്റി സിമെട്രിക് ആയിരിക്കും. അപ്പൊ അത് എത്തിലീന്റെ ആണെന്നുണ്ടെങ്കിലും C2 നടത്തി കഴിഞ്ഞാൽ Ψ1 ആന്റി സിമെട്രിക് ആയിരിക്കും. അപ്പൊ Ψ2 എന്തായിട്ട് മാറും? അത് സിമെട്രിക് ആയിട്ട് മാറും. വീണ്ടും Ψ3 എന്തായിട്ട് മാറും? ആന്റി സിമെട്രിക് ആയിട്ട് മാറും. വീണ്ടും Ψ4 എന്തായിട്ട് മാറും? സിമെട്രിക് ആയിട്ട് മാറും. അപ്പൊ രണ്ടിന്റെയും Ψ1 എപ്പോഴും C2 വിത്ത് റെസ്പെക്ട് ടു C2 എന്താണ്? ആന്റി സിമെട്രിക് ആണ്. ഇനി മിറർ പ്ലെയിൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു മിറർ പ്ലെയിൻ വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് ഓഫ് ദ മോളിക്യൂൾ ഈസ് ദ മിറർ ഇമേജ് ഓഫ് ദ ലെഫ്റ്റ് സൈഡ്. ഒരേപോലെ കിട്ടും. അപ്പോൾ ഇതെന്തായിരിക്കും? സിമെട്രിക് ആയിരിക്കും വിത്ത് റെസ്പെക്ട് ടു മിറർ പ്ലെയിൻ. ഇവിടെ നോട്ട് റൈറ്റ് ഹാഫ് ഓഫ് ദ മിറർ മോളിക്യൂൾ ഈസ് നോട്ട് ദ മിറർ ഇമേജ് ഓഫ് ദ ലെഫ്റ്റ് സൈഡ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് ആന്റി സിമെട്രിക്. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത് സിമെട്രിക് ആണ് വിത്ത് റെസ്പെക്ട് ടു മിറർ പ്ലെയിൻ. ഇത് ആന്റി സിമെട്രിക് ആണ്. അപ്പൊ ഇവിടെ മിറർ പ്ലെയിനിന് സിമെട്രിക് ആണ്. അപ്പൊ തൊട്ട് മുകളിലുള്ള ഓർബിറ്റില് ആന്റി സിമെട്രിക് ആയിട്ട് വരും. വീണ്ടും ഇതെന്താ ചെയ്യും? സിമെട്രിക് ആയിട്ട് മാറും. വീണ്ടും ഇതെന്തായിട്ട് വരും? ആന്റി സിമെട്രിക് ആയിട്ട് വരും. അപ്പൊ ഇവിടെ Ψ1, Ψ2, Ψ3, Ψ4 നോക്കിക്കഴിഞ്ഞാല് ഓൾട്ടർനേറ്റ് ബീങ് സിമെട്രിക് ആൻഡ് ആന്റി സിമെട്രിക്. ഇവിടെ ഓൾട്ടർനേറ്റ് ബീങ് സിമെട്രിക് ആൻഡ് ആന്റി സിമെട്രിക്. അപ്പൊ നമ്മൾ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. Ψ1 എപ്പോഴും C2വിന് കറസ്പോണ്ടിങ് ആയിട്ട് ആന്റി സിമെട്രിക് ആയിരിക്കും. മിറർ പ്ലെയിനിന് കറസ്പോണ്ടിങ് ആയിട്ട് സിമെട്രിക് ആയിരിക്കും. ബാക്കി എത്ര ഓർബിറ്റൽസ് ഉണ്ടോ മുകളിലേക്ക്, ഇവിടെ ആന്റി സിമെട്രിക് ആണെങ്കിൽ സിമെട്രിക് ആയിരിക്കും. ഇവിടെ വീണ്ടും ആന്റി സിമെട്രിക്, വീണ്ടും സിമെട്രിക്. ഇവിടെ വീണ്ടും സിമെട്രിക്, ഇവിടെ ആന്റി സിമെട്രിക് വരും, ഇവിടെ സിമെട്രിക് വരും. ഓൾട്ടർനേറ്റ് ആയിട്ട് സിമെട്രിക് ആൻഡ് ആന്റി സിമെട്രിക് ആയിട്ട് വരും. ഏത് ഓർബിറ്റൽസിന്റെയും ഏത് മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാലും അതിന്റെ Ψ1 C2 വിത്ത് റെസ്പെക്ട് ടു ആന്റി സിമെട്രിക്കും C1 ആൻഡ് മിറർ പ്ലെയിനിന് വിത്ത് റെസ്പെക്ട് ടു സിമെട്രിക്കും ആയിരിക്കും. ബാക്കിയുള്ള ഓർബിറ്റൽസ് എന്തായിട്ട് എഴുതിയാൽ മതി? സിമെട്രിക്, ആന്റി സിമെട്രിക്, സിമെട്രിക്, അടുത്തത് ആന്റി സിമെട്രിക്, വീണ്ടും സിമെട്രിക്. അങ്ങനെ നമുക്ക് ഓൾട്ടർനേറ്റ് ആക്സിസ് എടുത്താൽ മതിയാകും. ഇനി നമ്മൾ ഈ ഇലക്ട്രോൺസ് ഇരിക്കുന്നു. നമ്മൾ ഇതിനെ ചൂടാക്കി കഴിഞ്ഞാൽ, ഡെൽറ്റ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺസിനൊന്നും സംഭവിക്കത്തില്ല. ഇപ്പൊ ബ്യൂട്ടാഡൈൻ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഹയസ്റ്റ് ഓക്കുപൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് പറയുന്നത് Ψ2 ആണ്. നമുക്ക് ഇതിന്റെ സിമെട്രി പ്രോപ്പർട്ടീസ് മനസ്സിലാക്കാൻ വേണ്ടി ഈ Ψ2വിന്റെ C2 അല്ലെങ്കിൽ മിറർ പ്ലെയിൻ ഓപ്പറേഷൻ നടത്തുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന സിമെട്രി പ്രോപ്പർട്ടീസ് അറിഞ്ഞിരുന്നാൽ മതിയാകും. ഇത് സിമെട്രിക് ആണ്, ഇത് ആന്റി സിമെട്രിക് ആണ്. അപ്പൊ നമുക്ക് അറിയേണ്ടത് എന്താണ്? ഹോമോയുടെ സിമെട്രി പ്രോപ്പർട്ടീസ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി.
Psi2 is symmetric with respect to C2 and Psi2 is anti-symmetric with respect to mirror plane. അപ്പൊ ഈ ഒരു കാര്യം മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇത് നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റും? എളുപ്പത്തിൽ എഴുതാൻ പറ്റും. Psi1 Psi2 എടുത്താൽ മതി. Psi1 എപ്പോഴും C2 കറസ്പോണ്ടിങ് ആണെന്നുണ്ടെങ്കിൽ ആന്റി സിമെട്രിക്ക്, അപ്പൊ Psi2 എന്തായിട്ട് മാറും? സിമെട്രിക് ആയിട്ട് മാറും. മിറർ പ്ലെയിന് കറസ്പോണ്ടിങ് ആയിട്ട് Psi1 സിമെട്രിക്ക്, അപ്പൊ ഈ Psi2 എന്തായിട്ട് മാറും? ആന്റി സിമെട്രിക് ആയിട്ട് മാറും. ഇനി നമ്മൾ ഈ മോളിക്യൂളിനെ ചൂടാക്കി കഴിഞ്ഞാല് Psi1ലുള്ള ഇലക്ട്രോൺസിന് ഒന്നും സംഭവിക്കത്തില്ല. ഇറേഡിയേഷൻ നടത്തി കഴിഞ്ഞാൽ Psi1ലുള്ള ഇലക്ട്രോൺസിന് ഒന്നും സംഭവിക്കത്തില്ല. ആ ഇലക്ട്രോൺസ് അതേപോലെ തന്നെ നിൽക്കും. Psi2ലുള്ള ഒരു ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് പോകും? Psi3യിലേക്ക് പോകും. അപ്പൊ ഹോമോ എന്തായിട്ട് മാറും? Psi3 ആയിട്ട് മാറും. ഹയസ്റ്റ് ഒക്കുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ എന്ന് പറയുന്നത് ഏതായിട്ട് മാറും? Psi3 ആയിട്ട് മാറും. അപ്പൊ അതിന്റെ സിമെട്രി പ്രോപ്പർട്ടീസ് എന്താണ്? ഇവിടെ ഉള്ളതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഇവിടെ Psi1 എന്ന് പറയുന്നത് C2 കറസ്പോണ്ടിങ് ആയിട്ട് സിമെട്രിക് ആണെന്നുണ്ടെങ്കിൽ ചൂടാക്കി കഴിഞ്ഞാൽ ഹോമോ ഏതായിട്ട് മാറും? Psi3 ആയിട്ട് മാറും. അപ്പൊ C2 കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ്? ആന്റി സിമെട്രിക് ആണ്. അങ്ങനെ നമുക്ക് അപ്പൊ തെർമൽ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ഹയസ്റ്റ് ഒക്കുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ എന്ന് പറയുന്ന ഹോമോ എന്ന് പറയുന്നത് Psi2ഉം, ഫോട്ടോ കെമിക്കൽ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ഹയസ്റ്റ് ഒക്കുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ എന്ന് പറയുന്നത് Psi3ഉം ആയിരിക്കും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇതിന്റെ സിമെട്രി പ്രോപ്പർട്ടീസ് മനസ്സിലാക്കാൻ വേണ്ടി അറിഞ്ഞിരിക്കേണ്ടത്. Psi2 ആൻഡ് Psi3. തെർമൽ കണ്ടീഷനിൽ Psi2 ഈസ് ഹോമോ. ഹോമോയുടെ സിമെട്രി മാത്രം നമുക്ക് അറിഞ്ഞിരുന്നാൽ മതി. ഫോട്ടോ കെമിക്കൽ കണ്ടീഷനിൽ Psi3 ആയിട്ട് വരും. അപ്പൊ ഇത്രയാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. അടുത്തതായി കൺസിഡർ ചെയ്യുന്ന മോളിക്യൂള് ഹെക്സാട്രയീൻ ആണ്. ഈ മോളിക്യൂളിനകത്ത് 6 കാർബൺ ആറ്റംസ് ഉണ്ട്. എങ്കിൽ 6 മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യും. 3 മോളിക്കുലർ ഓർബിറ്റൽ ബോണ്ടിങ്ങും 3 മോളിക്കുലർ ഓർബിറ്റൽ ആന്റി ബോണ്ടിങ്ങും. നമുക്ക് അതിനെ ഒന്ന് റെപ്രസെന്റ് ചെയ്യാം. Psi1, Psi2, Psi3, Psi4, Psi5, Psi6. അപ്പൊ ഇതിനകത്ത് 6 ഇലക്ട്രോൺസ് ഉണ്ട്. ആ 6 ഇലക്ട്രോൺസ് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസിലായിരിക്കും ഒക്കുപ്പൈ ചെയ്യുന്നത്. 6 ഇലക്ട്രോൺസ് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസിൽ ഒക്കുപ്പൈ ചെയ്യും. ഇനി നമുക്ക് ഇതിന്റെ C2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിമെട്രി നമുക്ക് അറിയണം. എപ്പോഴും C2 കറസ്പോണ്ടിങ് ആയിട്ട് Psi1 എന്തായിരിക്കും? ആന്റി സിമെട്രിക് ആയിരിക്കും. അപ്പൊ Psi2 എന്തായിരിക്കും? സിമെട്രിക് ആയിരിക്കും. Psi3 എന്തായിരിക്കും? ആന്റി സിമെട്രിക്. Psi4 സിമെട്രിക്, ആന്റി സിമെട്രിക്, സിമെട്രിക്. ഇനി മിറർ പ്ലെയിനിന് കറസ്പോണ്ടിങ് ആയിട്ട് Psi1 എപ്പോഴും എന്തായിരിക്കും? സിമെട്രിക് ആയിരിക്കും. എങ്കിൽ Psi2 എന്തായിരിക്കും? ആന്റി സിമെട്രിക്. Psi3 സിമെട്രിക്, ആന്റി സിമെട്രിക്, സിമെട്രിക്, ആന്റി സിമെട്രിക്. അപ്പൊ നമുക്ക് തെർമൽ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതിന്റെ സിമെട്രി അറിഞ്ഞിരുന്നാൽ മതി? Psi3. അത് സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു എന്താണ്? മിറർ പ്ലെയിൻ ആണ്. സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു മിറർ പ്ലെയിൻ ആണ്. ഇനി ഫോട്ടോ കെമിക്കൽ കണ്ടീഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ തെർമൽ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ Psi1, Psi2, Psi3ക്കകത്ത് 2 ഇലക്ട്രോൺസ്. ഹയസ്റ്റ് ഒക്കുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ എന്ന് പറയുന്നത് Psi3 ആയിരിക്കും. Psi3 ഈസ് ദ ഹോമോ. ഇനി നമ്മൾ ഫോട്ടോ കെമിക്കൽ കണ്ടീഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ കെമിക്കൽ കണ്ടീഷൻ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ Psi3യിലുള്ള ഒരു ഇലക്ട്രോൺ Psi4ലേക്ക് പോകും. Psi3യിലെ 2 ഇലക്ട്രോൺസ് ഉണ്ട്. അതിൽ ഒരു ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് പോകും? Psi4ലേക്ക് പോകും. അപ്പൊ ഏതാണ്? Psi4 ആണ് ഇവിടെ ഹോമോ. അപ്പൊ നമ്മൾ തെർമൽ കണ്ടീഷൻ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ Psi3 ഹോമോ ആയിരിക്കും. അപ്പൊ അതിന്റെ സിമെട്രി പ്രോപ്പർട്ടീസ് ആണ് നോക്കേണ്ടത്. വിച്ച് ഈസ് സിമെട്രിക്? മിറർ പ്ലെയിൻ. വിത്ത് റെസ്പെക്ട് ടു മിറർ പ്ലെയിൻ Psi3 ഈസ് സിമെട്രിക്. അപ്പൊ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിമെട്രിക് ആയിട്ടുള്ള ഓർബിറ്റലിന്റെ മിറർ പ്ലെയിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് സിമെട്രിക് ആയാൽ അതിന്റെ 2 സൈഡിലുള്ള ലോബ്സിന്റെയും പ്രത്യേകതയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ Psi3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സിമെട്രിക് ആയിട്ടുള്ള ഓർബിറ്റലാണ്. തെർമൽ കണ്ടീഷനിൽ ഹയസ്റ്റ് ഒക്കുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ എന്ന് പറയുന്നത് Psi3 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സിമെട്രിക് ആയിട്ടുള്ളത് മിറർ പ്ലെയിനിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഓർബിറ്റൽ സിമെട്രിക്. അങ്ങനെയെങ്കിൽ ഇതിന്റെ രണ്ടിലെയും എൻഡ് ഓർബിറ്റൽസ്
രണ്ടിന്റെയും ലോബ്സ് ഒരേപോലെ ആയിരിക്കും. ഇനി ഫോട്ടോകെമിക്കൽ കണ്ടീഷനാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഹയസ്റ്റ് ഒക്കുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ എന്ന് പറയുന്നത് Psi 4 ആണ്. അപ്പൊ നമ്മൾ ആ ഓർബിറ്റലിന്റെ സിമെട്രിയാണ് കൺസിഡർ ചെയ്യുന്നത്. ഏതിലാണ് സിമെട്രിക് ആയിട്ടുള്ളത്? C2 കറസ്പോണ്ടിങ് ആയിട്ട് സിമെട്രിക് ആയിട്ടുള്ളത്. അപ്പൊ C2 കറസ്പോണ്ടിങ് ആയിട്ട് സിമെട്രിക് ആണെന്നുണ്ടെങ്കിൽ ലോബ്സ് എങ്ങനെയായിരിക്കണം? ഈ ലോബ്സിന്റെ പോസിറ്റീവ് സൈൻ മുകളിലാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ എന്തായിരിക്കണം? താഴെ ആയിരിക്കണം പോസിറ്റീവ് ലോബ്. അപ്പൊ ഈ ഓർബിറ്റൽ വേണം കൺസിഡർ ചെയ്യാൻ. അപ്പം ഇത് Psi 4 കറസ്പോണ്ടിങ് ആയിട്ട് എൻഡ് ലോബ്സ്, ഈ എൻഡ് ലോബ്സ് ആണ് കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്നത്. അപ്പൊ നമുക്ക് എൻഡ് ലോബ്സിന്റെ മാത്രം സിമെട്രി അറിഞ്ഞിരുന്നാൽ മതി. അതെങ്ങനെയാണ് ഓറിയന്റ് ചെയ്തിരിക്കുന്നത്? അപ്പൊ മിറർ പ്ലെയിൻ ആണെന്നുണ്ടെങ്കിൽ രണ്ടും ഒരുപോലെ വരും. C2 ആക്സിസ് ആണ് ഇത്, C2 ആണ് കറസ്പോണ്ടിങ് ആയിട്ടാണ് സിമെട്രി എങ്കിൽ ഇത് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ട് വരും. അപ്പൊ ഈ രണ്ട് പ്രോപ്പർട്ടിയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പം തെർമൽ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ Psi 3 വേണം നമ്മൾ കൺസിഡർ ചെയ്യാന്. ഫോട്ടോകെമിക്കൽ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ Psi 4, അതായത് ഹയസ്റ്റ് ഒക്കുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റലാണ് കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്നത്. അപ്പൊ നമ്മൾ ഈ ഓർബിറ്റൽസിന്റെ സിമെട്രീസ് എളുപ്പത്തിൽ എഴുതാൻ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ നമ്മൾ Psi 1 സിമെട്രിക് ആണ്, അതിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർബിറ്റലിന്റെ സിമെട്രി എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ പറ്റണം. അപ്പൊ നമ്മൾ ഇതിന്റെ റിയാക്ഷനിൽ ഏർപ്പെടുമ്പോൾ ഈ രണ്ട് ഓർബിറ്റലാണ് കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്നത്. തെർമൽ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ രണ്ടിന്റെ ലോബ്സ് എങ്ങനെയായിരിക്കും? ഇതേപോലെ ആയിരിക്കും. ഫോട്ടോകെമിക്കൽ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ രണ്ടിന്റെ ലോബ്സ് ഇതേപോലെ ആയിരിക്കും. അപ്പൊ ഇത് എളുപ്പത്തിൽ എഴുതാൻ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ജസ്റ്റ് ഇത് മാത്രം മനസ്സിലാക്കിയിരുന്നാൽ മതി. ഏത് ഓർബിറ്റലായാലും Psi 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? C2 കറസ്പോണ്ടിങ് ആയിട്ട് ആന്റി സിമെട്രിക് ആയിരിക്കും, മിറർ പ്ലെയിനിന് കറസ്പോണ്ടിങ് ആയിട്ട് സിമെട്രിക് ആയിരിക്കും. ഈ രണ്ട് പ്രോപ്പർട്ടി മാത്രം, ഈ രണ്ടെണ്ണം മാത്രം അറിഞ്ഞിരുന്നാൽ മതി. പിന്നീട് Psi 2 എഴുതാൻ പറ്റും, Psi 3, Psi 4, Psi 5, Psi 6 ഏത് മോളിക്യൂൾ ഒക്ട ടെട്രായിന്റെ വേണമെന്നുണ്ടെങ്കിലും എഴുതാൻ പറ്റും. ഒക്ട ടെട്രായിൻ വരുമ്പോഴത്തേക്ക് Psi 4 ആയിരിക്കും ഹോമോ, അപ്പൊ Psi 5 ആയിരിക്കും ലൂമോ എന്ന് പറയുന്നത്. അപ്പൊ തെർമൽ കണ്ടീഷനിൽ Psi 4 ആയിരിക്കും ഹോമോ, ഫോട്ടോകെമിക്കൽ കണ്ടീഷനിൽ Psi 5 ആയിരിക്കും ഹോമോ ഇൻ ദ കേസ് ഓഫ് സൈക്ലോ ഒക്ട ടെട്രായിൻ. അതാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ. ഇനി നമുക്ക് എങ്ങനെയാണ് ബോണ്ട് ഫോം ചെയ്യുന്നത് നോക്കാം. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞു, നമുക്ക് ഈ ഹയസ്റ്റ് ഒക്കുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റലിന്റെ സിമെട്രി പ്രോപ്പർട്ടി അറിഞ്ഞിരുന്നാൽ മതി. ഇനി ഹയസ്റ്റ് ഒക്കുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റലിന്റെ സിമെട്രി പ്രോപ്പർട്ടി മൊത്തത്തിൽ അറിയേണ്ട, എൻഡ് ഓർബിറ്റലിലുള്ള ലോബ്സ് മാത്രം എങ്ങനെ ഓറിയന്റ് ചെയ്യുന്നു എന്ന് അറിഞ്ഞിരുന്നാൽ മതി. എൻഡ് ഓർബിറ്റൽസിന്റെ, എൻഡ് കാർബൺ ആറ്റത്തിന്റെ ലോബ്സ്, ഓർബിറ്റൽസിന്റെ ലോബ്സ് അത് മിറർ പ്ലെയിനിന് സിമെട്രിക് ആണെങ്കിൽ രണ്ടും ഒരുപോലെ വരയ്ക്കുക. C2 സിമെട്രിക് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ വരയ്ക്കുക. ആ എൻഡ് കാർബൺ ആറ്റം മാത്രം അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് ഈ പെരിസൈക്ലിക് റിയാക്ഷൻസിന്റെ എല്ലാത്തിന്റെയും സിമെട്രി പ്രോപ്പർട്ടീസ്. നെക്സ്റ്റ് എങ്ങനെയാണ് ബോണ്ട് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. ബോണ്ട് ഫോം ചെയ്യുന്നതിന് വേണ്ടി ഏത് മോളിക്യൂൾ ആണെന്നുണ്ടെങ്കിലും, ബ്യൂട്ടാഡൈൻ ആണെങ്കിലും, ഹെക്സാട്രയീൻ ആണെന്നുണ്ടെങ്കിലും, സൈക്ലോ ഒക്ട ടെട്രായീൻ ആയാലും അതിന്റെ എൻഡിലുള്ള രണ്ട് കാർബൺ ആറ്റത്തിന്റെ ലോബ്സിന്റെ സിമെട്രി അറിഞ്ഞിരുന്നാൽ മതി. ലോബ്സ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അപ്പൊ ഇതിന്റെ ലോബ്സ് ഒന്നുകിൽ ഇതിനകത്ത് രണ്ട് ഓറിയന്റേഷൻ ആണ് വരുന്നത്. ആ എൻഡ് കാർബൺ, ഈ രണ്ട് കാർബൺ തമ്മിലാണ് ബോണ്ട് ഫോം ചെയ്യേണ്ടത്. അപ്പൊ ബാക്കി എങ്ങനെയോ ആയിക്കോട്ടെ, ഇതിന്റെ ബാക്കിയുള്ള സ്ട്രക്ചർ എന്തോ ആയിക്കോട്ടെ, ഒരു സൈക്ലോ ബ്യൂട്ടാഡൈനോ അല്ലെങ്കിൽ സൈക്ലോ ഹെക്സാട്രയീനോ സൈക്ലോ ഒക്ട ടെട്രായീനോ ആയാലും ഈ രണ്ട് കാർബൺ ആറ്റം തമ്മിലാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. ബാക്കിയുള്ള ചെയിൻ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് കാർബൺ ആറ്റം തമ്മിൽ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ അതിന്റെ സിമെട്രി അനുസരിച്ച് നമുക്കറിയാം, ഒന്നാമത്തെ ഓർബിറ്റലിനകത്ത് Psi 1 എപ്പോഴും രണ്ട് ഓർബിറ്റലും അതിന്റെയും ഫേസുകൾ ഒരേപോലെ ആയിരിക്കും, എൻഡിലുള്ള രണ്ടിന്റെയും. അതായത് ഇൻ ഫേസ് ആണ്. ഇത് രണ്ട് ഇൻ ഫേസ് ആയിട്ടുള്ള അറ്റോമിക് ഓർബിറ്റലുകൾ. ഒന്നുകിൽ ഇൻ ഫേസിലായിരിക്കും രണ്ട് ഓർബിറ്റലുകളും, അറ്റോമിക് ഓർബിറ്റലുകളും, അല്ലെന്നുണ്ടെങ്കിൽ ഔട്ട് ഓഫ് ഫേസിലായിരിക്കും, ഇതേപോലെ ആയിരിക്കും. അപ്പൊ ഇവിടെ ഇങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഓർബിറ്റലും മിറർ പ്ലെയിൻ ആയിരിക്കും പൊസസ് ചെയ്യുന്നത്. ഈ രീതിയിലാണ് ഓർബിറ്റലിന്റെ രണ്ട് എൻഡിലുള്ള ഓർബിറ്റലുകളുടെ ഫേസ് എന്നുണ്ടെങ്കിൽ, ഇൻ ഫേസിലാണെന്നുണ്ടെങ്കിൽ അത് മിറർ പ്ലെയിൻ ആയിരിക്കും പൊസസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഇത് രണ്ടും കൂടെ ഓറിയന്റ് ചെയ്യണം, ഇത് തമ്മിൽ ബോണ്ട് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് തമ്മിൽ ഓവർലാപ്പ് ചെയ്യണം. ഒന്നുകിൽ ഈ പോസിറ്റീവ് ഫേസുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നെഗറ്റീവ് ഫേസുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്യണം. ഇങ്ങനെയാണ് റൊട്ടേഷൻ നടക്കുക. ഇങ്ങനെ ബോണ്ട് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഓർബിറ്റിലും ഈ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യണം. ഒന്ന് റൈറ്റിലേക്കും റൊട്ടേറ്റ് ചെയ്യണം, ഒന്ന് ലെഫ്റ്റിലേക്കും റൊട്ടേറ്റ് ചെയ്യണം. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താണ് ബോണ്ട് ഫോം ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ ഡിസ്റൊട്ടേഷൻ എന്ന് പറയും. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഒരു ഓർബിറ്റില് ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സെക്കൻഡ് ഓർബിറ്റില് ആന്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യും.
നമ്മൾ അതിനെ പറയും ഡിസ്റൊട്ടേഷൻ എന്ന് പറയും. അപ്പൊ ഇവിടെ ബോണ്ട് ഫോം ചെയ്യും. ഇനി ഈ രണ്ട് ഓർബിറ്റലുകൾ ബോണ്ട് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഈ രീതിയിൽ വേണം ഓർബിറ്റൽ ഓവർലാപ്പ് ചെയ്യാൻ. ഒന്നുകിൽ ഈ ഫേസും കൂടെ ഓവർലാപ്പിംഗിൽ ഏർപ്പെടണം, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഫേസും കൂടെ ഓവർലാപ്പിംഗിൽ ഏർപ്പെടണം. അങ്ങനെ ഓവർലാപ്പിംഗിൽ ഏർപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ ഓർബിറ്റൽ ഈ രീതിയിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം. 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓർബിറ്റൽ റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഈ പോസിറ്റീവ് ലോബ് റൈറ്റ് സൈഡിൽ വരും. അപ്പൊ ഇവിടുത്തെ പോസിറ്റീവ് ലോബ് ഇവിടെ വരണം. അപ്പൊ എന്ത് ചെയ്യണം? ഈ ഓർബിറ്റലും ഈ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യണം 90 ഡിഗ്രി. അങ്ങനെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഓർബിറ്റൽ ഈ രീതിയിൽ ഓറിയന്റ് ചെയ്യും. അപ്പൊ രണ്ട് ഒരേ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യണം. അപ്പൊ രണ്ട് ഒരേ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കോൺ റൊട്ടേഷൻ എന്ന പേരിൽ അറിയപ്പെടും. അപ്പൊ ഒരു ബോണ്ട് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻഡിലുള്ള അറ്റോമിക് ഓർബിറ്റൽസ് റൊട്ടേറ്റ് ചെയ്യണം. അത് ഈ കിടക്കുന്ന ഡയറക്ഷനുള്ളത് ഈ കിടക്കുന്ന ഡയറക്ഷനിൽ വരണം. അപ്പൊ ആ ബോണ്ട് ആംഗിൾ എന്തായിട്ട് വരും? ഇങ്ങനെ നടക്കുന്ന ഓർബിറ്റിൽ ഈ ഡയറക്ഷനിൽ വരണം. അപ്പൊ ഈ ബോണ്ട് ആംഗിൾ എത്രയായിട്ട് വരും? 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം. അപ്പൊ ഒരു ബോണ്ട് ഫോം ചെയ്യാൻ എൻഡിലുള്ള അറ്റോമിക് ഓർബിറ്റൽസ് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം. അതൊന്നുകിൽ സെയിം ഡയറക്ഷനിലാകാം, രണ്ട് ഓർബിറ്റൽസും സെയിം ഡയറക്ഷനിലാകാം. സെയിം ഡയറക്ഷനിൽ വരണമെന്നുണ്ടെങ്കിൽ ലോബ് ഒരെണ്ണം മുകളിലെ പോസിറ്റീവും താഴെ എന്തായിരിക്കണം? നെഗറ്റീവും ആയിരിക്കണം. ഈ രീതിയിലാണെങ്കിൽ അത് ഒരേ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യണം 90 ഡിഗ്രി. അങ്ങനെയെങ്കിൽ നമ്മൾ അതിനെ കോൺ റൊട്ടേഷൻ എന്ന് പറയും. രണ്ട് ഇതേപോലെയാണെങ്കിൽ നമ്മൾ പറയും ഇവിടെ മിറർ പ്ലെയിൻ ആണ് പൊസസ് ചെയ്യുന്നത്. ഇവിടെ C2 റൊട്ടേഷൻ, C2 ആക്സിസ് ആണ് പൊസസ്, C2 സിമെട്രി ആണുള്ളത്. ഇവിടെ C2 സിമെട്രി പൊസസ് ചെയ്യുന്നുണ്ട്. ഈ ഓർബിറ്റിൽ ഇങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മിറർ പ്ലെയിൻ പൊസസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ മിറർ പ്ലെയിൻ ആണ് പൊസസ് ചെയ്യുന്നതെങ്കിൽ ഈ ഓർബിറ്റലുകൾ ഒന്ന് ക്ലോക്ക് വൈസ് ആയിട്ട് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം, ഇത് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം. അങ്ങനെയെങ്കിൽ ആ റൊട്ടേഷനെ നമ്മൾ ഡിസ്റൊട്ടേഷൻ എന്ന് പറയും. ഒന്നുകിൽ കോൺ റൊട്ടേറ്ററി മോഡായിരിക്കും ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിസ്റൊട്ടേറ്ററി മോഡായിരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ നടക്കുന്ന ഓർബിറ്റലാണെന്നുണ്ടെങ്കിൽ ഈ ഓർബിറ്റലിന് C2 സിമെട്രി ആയിരിക്കും പൊസസ് ചെയ്യുന്നത്. ഇഫ് ദ ഓർബിറ്റൽ പൊസസ് C2 സിമെട്രി, അത് ബോണ്ടിങ്ങിൽ ഏർപ്പെടണമെന്നുണ്ടെങ്കിൽ കോൺ റൊട്ടേഷൻ വഴിയേ പറ്റത്തുള്ളൂ. ഇഫ് ദ ഓർബിറ്റൽ ഈസ് ഹാവിംഗ് C2 സിമെട്രി, then the rotation follows con-rotatory mode. If the orbital is having mirror plane, കാരണം എന്റെ ഓർബിറ്റൽ മാത്രം അറിഞ്ഞിരുന്നാൽ മതി, അത് രണ്ടും ഒരേപോലെയാണോ അല്ലെങ്കിൽ ഇതുപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണോ നോക്കിയാൽ മതി. ഒരേപോലെയാണെങ്കിൽ അത് മിറർ പ്ലെയിൻ, അങ്ങനെയെങ്കിൽ അത് ഏതായിരിക്കും ഫോളോ ചെയ്യുന്നത്? ഡിസ്റൊട്ടേറ്ററി മോഡ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ നമുക്ക് അതിന്റെ എൻഡ് കാർബൺ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. എൻഡ് കാർബണിന്റെ ലോബ്സ് മാത്രം, ബാക്കി ഒരു ലോബ്സും വരയ്ക്കേണ്ട കാര്യമില്ല. ഈ എൻഡ് ലോബ്സിന്റെ മാത്രം ഓറിയന്റേഷൻ ഒന്നുകിൽ ഈ രീതിയിലായിരിക്കും എൻഡിലുള്ള രണ്ട് കാർബണിന്റെയും അറ്റോമിക് ഓർബിറ്റൽസ് ഓറിയന്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ രീതിയിലായിരിക്കും. അപ്പൊ ഈ രണ്ട് ഓറിയന്റേഷൻ മാത്രമേ ഏത് മോളിക്യൂൾസിന്റെയും എൻഡ് കാർബണിന് വരത്തുള്ളൂ. അപ്പൊ ഏതേ ഫോളോ ചെയ്യത്തുള്ളൂ? ഒന്നുകിൽ അത് ഡിസ്റൊട്ടേറ്ററി മോഡായിരിക്കും ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതെന്തായിരിക്കും? കോൺ റൊട്ടേറ്ററി മോഡായിരിക്കും ഫോളോ ചെയ്യുന്നത്. സെയിം ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ കോൺ റൊട്ടേറ്ററി മോഡ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഡിസ്റൊട്ടേറ്ററി മോഡ് എന്ന് പറയും. അപ്പൊ ഇവിടെ ബോണ്ടിങ് നടക്കുന്നതിന്റെ ഫലമായിട്ട്, രണ്ട് മോളിക്യൂളുകൾ കമ്പൈൻ ചെയ്യുന്നതിന്റെ ഫലമായിട്ട്, ഒരു സൈക്ലിക് മോളിക്യൂൾ ഫോം ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഒന്നുകിൽ അത് കോൺ റൊട്ടേറ്ററി മോഡായിരിക്കും ഫോളോ ചെയ്യുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ അത് ഡിസ്റൊട്ടേറ്ററി മോഡായിരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാല് നമുക്ക് അതിന്റെ പെരിസൈക്ലിക് റിയാക്ഷൻ ബാക്കി നമുക്ക് എളുപ്പമായിരിക്കും.